അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല മുരുമുരുങ്ങനായിട്ടുള്ള മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ മസാല ദോശ. പക്ഷെ അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങും അതിൻ്റെ ആ ഒരു ചട്നിയൊക്കെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. അത് രണ്ടും പെർഫെക്റ്റ് ആണെങ്കിലേ മസാല ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിലേ ഹോട്ടലിനങ്ങാട്ടി സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. മസാല ദോശ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിൻ്റെ ഫില്ലിംഗ് ആയിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ അല്ലേ മസാല ദോശ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നതും വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്നതും. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് 3 വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വിസിലടുപ്പിച്ചതാണ്. വെറും 3 വിസിൽ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറുപയർ പരിപ്പ് വേണം, അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും അതുപോലെ ചെറിയ ജീരകം, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നതാണ് ചെറുപയർ പരിപ്പും അതുപോലെ ചെറിയ ജീരകം, അത് 2 നിർബന്ധമായിട്ട് വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് വല്യുള്ളിയും കൂടെ ചേർത്തെടുക്കാം. ഒരു വല്യുള്ളി മുഴുവനായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും കൂടെ ഇതിൽ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 1/4 ടീസ്പൂണിലധികം എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ രുചി മാറും. എല്ലാം കുറച്ച് കുറച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ്സോളം നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കണം. അപ്പോഴേ എല്ലാ മസാലയും കൂടെ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാണ്ട് ഈ ഒരു കുറുകി വരണം കേട്ടോ. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ലൂസായിട്ട് പറ്റൂല കേട്ടോ, കുറച്ച് തിക്കായിട്ട് തന്നെ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ത് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ആണ് അറിയോ. ആ ഒരു ചെറുപയർ പരിപ്പൊക്കെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് ഒരു പൊള്ളി ടേസ്റ്റ് തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പൊക്കെ പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി മാറ്റി വെക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള ചട്നി അത് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ ചിരകിയതാണ് 1/2 മുറി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 2 അല്ലി വെള്ളുള്ളി എടുക്കാം. പിന്നെ നമുക്ക് മല്ലിയിലയും കൂടെ എടുക്കാം. പിന്നെ വേണ്ടത് പൊട്ടുകടലാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം തേങ്ങ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാലേ നല്ല രീതിക്ക് നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഒരു ലൂസിലാണ് കിടപ്പുള്ളത്. അപ്പോൾ അത്യാവശ്യം ചട്നിയല്ലേ, ലൂസൊക്കെ ഉണ്ടാകുമ്പോഴേ രസമുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം, വറ്റൽമുളക് പൊട്ടിച്ചെടുക്കാം, അതുപോലെ കറിവേപ്പിലയും പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത പാടന്നെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഒരുപാട് തിള വന്നാൽ അതിൻ്റെ രുചി അങ്ങോട്ട് പോകും. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടുകടല ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാനും വേണ്ടി മറക്കരുത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്നി ഇവിടെ റെഡിയാണ്, നമ്മുടെ മസാലക്കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. ഇത്ര സിമ്പിളായിട്ടാണല്ലേ ഇതിലേക്കുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കാം. ഈ ഒരു മസാല കൂട്ടിൽ നമുക്കൊരു 13 മസാല ദോശ ആ രീതിക്ക് അങ്ങനെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മസാല ദോശൻ്റെ മാവ് തലേ ദിവസമാണ് അരച്ച് വെച്ചത്, പിറ്റേന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. മുൻപ് ദോശൻ്റെ മാവ് അരയ്ക്കുന്നതും അതുപോലെ റെഡി ടു മിക്സുള്ള പൊടി റെഡിയാക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കാത്തത്. അപ്പോൾ അടുത്ത ദിവസമാണ് ഞാൻ ഇതാണ്ടത് തുറക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പുളിച്ച് പൊന്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം മസാല ദോശൻ്റെ മാവാണ്, സാധാരണ ദോശ ഉണ്ടാക്കുമ്പോഴുള്ള മാവല്ല മസാല ദോശയ്ക്ക് എടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ചോദിക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പുളിച്ച് പൊന്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. കണ്ടോ മാവിൻ്റെ ഒരു പരുവം കണ്ടല്ലോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഒരല്പം വെള്ളം ഇങ്ങനെ തൂവി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ ഈ ഒരു ദോശക്കുള്ളത് ഇങ്ങനെ പരത്താനായിട്ട്.
എന്നാലേ നമുക്ക് നല്ല രീതിക്ക് അങ്ങനെ അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിക്ക് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഒരു കയ്യിൽ ദോശമാവ് തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല വലുപ്പത്തിൽ ചുറ്റിച്ചെടുക്കുമ്പോഴേ നല്ല നേരിയതായിട്ട് നമുക്ക് കിട്ടുള്ളൂ, എന്നാലും നല്ല മുരിങ്ങനയും കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒന്നുകൂടെ മുരിങ്ങന കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. അത്യാവശ്യം നല്ലോണം നെയ്യൊക്കെ ഇതിലേക്ക് വേണേ. RKG നെയ്യാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. RKG വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒന്നെങ്കിൽ ഡാൽഡ എടുത്തോളൂ, ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തോളൂ, ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. പക്ഷെ നല്ല മണം കിട്ടണമെങ്കിൽ RKG നെയ്യാണ് സൂപ്പർ. അപ്പോൾ താഴ്ഭാഗം ശരിക്കും മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമായിരിക്കണം ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കൂട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ. ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ആ രീതിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 13 മസാല ദോശയോളം നമുക്കങ്ങനെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ, മാവുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണ ഒന്ന് കുറച്ചാൽ മതി, കുറച്ച് മതിയെങ്കിൽ. അപ്പോൾ ഇതാണ്ടേ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മടക്കുകയാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ മടക്കിയെടുത്തോളൂ. അപ്പോൾ നല്ല പേപ്പർ പോലെയുള്ള നൈസായിട്ടുള്ള ഒരു ദോശ തന്നെയാണിത്. മൊരിഞ്ഞിട്ടും കളറൊക്കെ കണ്ടില്ലേ, നല്ല സെറ്റ് കളറാണ്. അപ്പോൾ വിളമ്പുന്ന സമയത്ത് ആ ഒരു ചട്നിയും ആ ഒരു ബാജിൻ്റെ കൂട്ടും കൂടെ ആക്കിയിട്ട് വിളമ്പുകയാണെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായി കേട്ടോ. വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഒരാൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാനും അപ്പുറം എല്ലാവരും കൂടെ കൂടി കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കുക. ഭയങ്കര രസമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിനു മുൻപ് ദോശൻ്റെ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ദോശൻ്റെ മാവ് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്, അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ.